ക്യൂൻസ്വേ റണ്ണേഴ്സ് ടീമിന്റെ പാട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ? റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പച്ചാളം അന്ന് ക്യൂൻസ്വേ തുടങ്ങി. ക്യൂൻസ് എന്ന പേരില്ല ആ റോഡിന്. പച്ചാളത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, നടക്കുന്ന ഒരു വാക്കേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ പോയാണ് അവിടെ ഉള്ളൊരു കുറച്ച് ചേട്ടന്മാരായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു നടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു ഞാൻ അവിടെ പോയി തുടങ്ങിയത് പച്ചാളത്ത്. പിന്നീട് അവിടെ ഒരു ചെറിയ റണ്ണേഴ്സിൻ്റെ ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആശാൻ പരിചയപ്പെട്ടു. അദ്ദേഹം അന്ന് ഫുൾ മാരത്തോൺ ഓടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ 5 കിലോമീറ്റർ നടന്ന് അങ്ങനെ 5 പിന്നെ 21 അങ്ങനെ പയ്യെ റണ്ണിങ് കൂട്ടി. പിന്നെ അതുപോലെ ഞങ്ങളുടെ കൂടെ കുറേ ആളുകൾ റണ്ണിങ്ങിനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ കൂടി അങ്ങനെ ഒരു ക്യൂൻസ്വേ റണ്ണേഴ്സ് QR എന്ന് പറയുന്ന ഒരു റണ്ണിങ് കൂട്ടായ്മ ഞങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ഫൗണ്ടർ ആകാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിൽ ഒരു 200ഓളം റണ്ണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ട് പോകുന്ന ഒരു ക്ലബ്ബായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് റണ്ണിങ് ക്ലബ്സും അതുപോലെ തന്നെ മാരത്തൺ ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ റണ്ണിങ് ക്ലബ്സും ഈ പറയുന്ന മാരത്തൺസ് ഒക്കെ ഇപ്പോൾ ഉള്ള ആളുകളെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്? കൂടുതൽ ആളുകളെ റണ്ണിങ്ങിലേക്ക് ആകർഷിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. തീർച്ചയായും. ഇപ്പോൾ ഈ റണ്ണിങ് ക്ലബ്ബുകൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് റൺ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ട്, ജിമ്മിൽ പോവും അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോവും, ഒരാഴ്ച പോവും, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു റണ്ണിങ് ക്ലബ്ബിൽ നമ്മൾ മെമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി, ഇപ്പോൾ ഒരാൾ ഒരാഴ്ച വന്നില്ലെങ്കിൽ ഇയാളെ മോട്ടിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചെറിയ കളിയാക്കൽ, അത് ആരോഗ്യപരമായ കളിയാക്കൽ. അങ്ങനെ കൊണ്ട് ഈ മുടങ്ങി ചെറുതായി മടി വരുന്ന ആളുകളെ പോലും റണ്ണിങ്ങിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ചെറിയ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്ത് അതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് റണ്ണിങ് ക്ലബ്ബ് വളരെയധികം സാധിക്കും. അതുപോലെ തന്നെ ഈ മാരത്തോൺ ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തെ റൺ ചെയ്യാനായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സോസോ കൊച്ചി എന്ന് പറയുന്ന റണ്ണിങ് ക്ലബ്ബാണ്. അവർ കണ്ടക്ട് ചെയ്ത സ്പൈസ് കോസ്റ്റ് മാരത്തോണിലാണ് ആദ്യമായിട്ട് പങ്കെടുത്ത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ആദ്യമായി പങ്കെടുത്ത മാരത്തോൺ അതായിരിക്കും. ഇപ്പോൾ ഒത്തിരി മാരത്തോണുകൾ വേറെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ അവരെയാണ് നമ്മളെ കേരളത്തെ റൺ ചെയ്യിക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലബ്ബ് ഫോം ചെയ്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ റണ്ണിങ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ റണ്ണിങ്ങിലേക്ക് വരികയും നല്ല കുറേ റണ്ണേഴ്സ് നമുക്ക് കേരളത്തിൽ വരികയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് എല്ലാവർക്കും വരികയും ചെയ്തത് റണ്ണിങ് ക്ലബ്ബിലൂടെയാണ്. ഏകദേശം എത്ര കിലോമീറ്റേഴ്സ് ഇതുവരെ കവർ ചെയ്തിട്ടുണ്ടാവും? അതിനെക്കുറിച്ച് പറയാമോ? ഏകദേശം റണ്ണിങ് ഒരു 7000 കിലോമീറ്റർ ടോട്ടലി ഓടിയിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് 50 കിലോമീറ്റർ അൾട്രയാണ് ചെയ്തേക്കുന്നത്. ഫുൾ മാരത്തോൺ ഒരു 9 ഫുൾ മാരത്തോൺ അടുത്തും ചെയ്തിട്ടുണ്ട്. 21 അത് കൗണ്ട് ചെയ്തിട്ടില്ല. ഒത്തിരി വീക്കെൻഡ്സ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും 21 കിലോമീറ്റർ റൺ ചെയ്യാറുണ്ട്. പിന്നെ ബാക്കി വീക്കെൻഡ്സ് 10 കിലോമീറ്റർ അങ്ങനെയാണ് ട്രെയിനിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും.